നിങ്ങളുടെ വഴി തെറ്റിപ്പോയൊരു മകനുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞാൽ അനുസരിക്കാത്തൊരു മകളുണ്ട്. ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവമേ അങ്ങയുടെ കരം കൊണ്ട് ഞങ്ങളുടെ മകനെ മകളെ ഈ ദൈവവചനമാകുന്ന ചക്രത്തിലിരുത്തി അതിനൊന്ന് രൂപപ്പെടുത്തണേ എന്നൊന്ന് പ്രാർത്ഥിച്ചേ. ദൈവത്തിൻ്റെ കരമാ രൂപം നൽകുന്നത്. നമ്മുടെ ഉപദേശമല്ല എപ്പോഴും ഫലമുണ്ടാകുന്നത്. ഉപദേശം എല്ലാവർക്കും ഇഷ്ടമല്ല. ഒരാളെ ഉപദേശിച്ചാൽ പറയും, എന്നെ ഉപദേശിക്കാൻ വരണ്ട കേട്ടോ എന്ന് പറയും. ഉപദേശം ആർക്കും ഇഷ്ടമല്ല. സ്ഥിരമായി ഉപദേശിക്കുന്ന ഒരാളെ കണ്ടാൽ വേറെ വഴിക്ക് പോകും. ഉപദേശമല്ല ഇവിടെ വില. ഉപദേശം കൊണ്ടല്ല, ദൈവവചനം അത് നമ്മളിൽ പ്രവർത്തിക്കണം. ദൈവത്തിൻ്റെ കരം നമ്മുടെ ജീവിതത്തിൽ ചലിക്കണം. ദൈവത്തിന് ഇതുപോലെ വിരലുകളും കൈകളുമുണ്ട്. ദൈവത്തിൻ്റെ കരം നമ്മുടെ ജീവിതത്തിൽ ചലിക്കുമ്പോഴാണ്, നമ്മുടെ കുടുംബത്തിൽ അത് പ്രവർത്തിക്കുമ്പോഴാണ് ജീവിതത്തിനാണേലും കുടുംബത്തിനാണേലും സൗന്ദര്യവും എല്ലാം കൈവരുന്നത് അപ്പോഴാണ്. അപ്പോൾ ജെറമിയ കണ്ടു, കുശവനിങ്ങനെ മണ്ണ് കൊണ്ട് പാത്രം ഉണ്ടാക്കി ചക്രത്തിൽ പണിയെടുക്കുന്നത് കണ്ടു. 4-ാമത്തെ വാക്യം. അപ്പോൾ ജെറമിയ ഇത് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ജെറമിയ ഒരു പ്രത്യേകത കണ്ടു ഇതിനകത്ത്. അതാണ് 4-ാമത്തെ വാക്യം. കുശവൻ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പാത്രം ശരിയാകാതെ പോകുന്നു. വക്ക് കോടിപ്പോകുന്നു. പ്രതീക്ഷയോടെ എടുത്ത് വച്ചതാണ്, അത് ചളുങ്ങിപ്പോകുന്നു. വക്ക് കോടിപ്പോകുന്നു. അതിൻ്റെ ഭംഗി നഷ്ടപ്പെടുന്നു. ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കുക. ജീവിതം ഇങ്ങനെയാ. ചിലപ്പോൾ ശരിയാകാതെ പോകും, ചിലപ്പോൾ അതിൻ്റെ വക്ക് കോടിപ്പോകും, ചിലപ്പോൾ അതിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകും. സ്വാഭാവികമാണ്, ശരിയാകാതെ പോകും. എന്തൊക്കെ കാര്യങ്ങൾ ജീവിതത്തിൽ ശരിയാകാതെ പോയിട്ടുണ്ട്. നമ്മൾ പറയില്ലേ, ഞാൻ പ്രതീക്ഷിച്ചു പല കാര്യങ്ങളും, പക്ഷേ ശരിയായില്ല. ഞാൻ പ്രതീക്ഷയോടെ ആരംഭിച്ചു, ശരിയായില്ല. ശരിയാകാതൊക്കെ പോകും. അതിനത്രയും വില കൊടുത്താൽ മതി. ശരിയാകാതെ പോവും. ശരിയാകാതെ പോയതിനെയും ദൈവം ശരിയാക്കുന്നത് കണ്ടോണം. ദൈവത്തിൻ്റെ ശക്തിയും വചനത്തിൻ്റെ ആ ഒരു കൊണ്ടുവരുന്ന മാറ്റമൊക്കെ ഒത്തിരി പേർക്ക് അറിയത്തില്ല. എല്ലാവർക്കും ബൈബിൾ ഉണ്ടെന്നേ അറിയത്തുള്ളൂ. ബൈബിളിലുള്ള കാര്യങ്ങൾ ഒത്തിരി പേർക്ക് അറിയില്ല. ബൈബിൾ ഉണ്ടെന്ന് മാത്രം അറിഞ്ഞാൽ പോരാ, ബൈബിളിൽ ജീവിക്കുന്നൊരു ദൈവം ഉണ്ടെന്ന് അറിയണം. ആ വചനത്തിന് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്താൻ കഴിയുമെന്നറിയണം. മറ്റ് പുസ്തകം പോലെ ഇത് വായിച്ചു വിടരുത്. മറ്റ് പുസ്തകത്തിലെ കാര്യങ്ങൾ ഓർത്തിരുന്നാൽ പോരുത്. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വിരലുകൾ ചലിക്കും, രൂപപ്പെടുത്തും. ദൈവത്തിൻ്റെ കരം അത്ഭുതകരമായി മാറും. ഒരു സമയത്ത് 2 പേർ തമ്മിൽ ഭയങ്കര മത്സരം നടക്കുകയാണ്, വാക്കുകൊണ്ടുള്ള മത്സരം, ഒരു ഡിബേറ്റാണ്. അതിലൊരാളുടെ മകൻ കഞ്ചാവിന് അടിമയാണ്. അത് ഈ മറ്റേ വ്യക്തിക്ക് അറിയാം. അപ്പോൾ ഇത് വെച്ച് അയാൾ അവസാന കൈയായിട്ട് എറിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, താങ്കളുടെ മകൻ ആരാണെന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. താങ്കളുടെ മകൻ എത്ര കേസുണ്ടോ തനിക്ക്, താങ്കളുടെ മകൻ്റെ പേരിൽ തന്നെ എത്ര കേസുണ്ടോ പോലീസ് സ്റ്റേഷനിൽ, താങ്കളുടെ മകനെക്കുറിച്ച് നാട്ടിൽ നല്ല പേരാണെന്ന് പറഞ്ഞ പുള്ളി ശരിക്കും അങ്ങോട്ട് അസ്ത്രം പോലെ അങ്ങോട്ടും ചെയ്തു. അങ്ങനെ അയാൾ പെട്ടെന്ന് എല്ലാവരുടെയും മുമ്പിൽ അങ്ങോട്ട് തകർന്ന പോലായി. അയാളുടെ മുഖഭാവമൊക്കെ മാറി. അവസാന കൈയായി എറിഞ്ഞതാണ്. ആ മനുഷ്യൻ തിരിച്ചു പറയുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മറുപടി തിരിച്ചു പറഞ്ഞു. വളരെ സൗമ്യതയോടെ പറഞ്ഞു, സത്യമാണ്, എൻ്റെ മകൻ ലഹരിക്കടിമയാണ്. അവനെ ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ അവൻ ചെന്നിട്ടുണ്ട്. പോലീസുകാരുടെ അടി അവന് കിട്ടിയിട്ടുണ്ട്. അവൻ്റെ ശരീരത്തിൽ നല്ല പരിക്കുണ്ട്. ആൾ ക്ഷീണിതനായിരുന്നു. ഞാൻ ഒരുപാട് പേര് ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. പക്ഷേ അയാൾ അവസാനം പറഞ്ഞതെന്നറിയാമോ? പ്രാർത്ഥനയിൽ അവനെ ഞങ്ങൾക്ക് നല്ലൊരു മകനായി ദൈവം തിരിച്ചു തന്നു എന്ന്. അതെല്ലാവരെയും സ്തംഭിപ്പിച്ചൊരു വാക്കാണ്, പ്രാർത്ഥനയിൽ. ആ പറഞ്ഞത് വളരെ പ്രശസ്തിയിൽ നിൽക്കുന്നൊരു ആളാണ്. അയാൾ പറഞ്ഞൊരു വാക്കാണ് ഇപ്പോൾ എടുത്തു പറയുന്നത്. പ്രാർത്ഥനയിൽ ആ മകനെ, എൻ്റെ മകനെ ദൈവം ഞങ്ങൾക്ക് നല്ലൊരു മകനായി തിരിച്ചു തന്നു. ആരാ ഇവിടെ പ്രവർത്തിച്ചത്? ആ മനുഷ്യൻ പിന്നീട് പറഞ്ഞൊരു വാക്കുണ്ട്. ഈ അപ്പൻ തന്നെ മകനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പോകുമ്പോൾ, ലഹരിയിൽ നിന്ന് വിമുക്തനാകാനുള്ള ട്രീറ്റ്മെൻറ്റിനെ ചെല്ലുമ്പോൾ ഒരു പേപ്പർ കൊടുത്തു. അതിനകത്ത് 100 മയക്കുമരുന്നിൻ്റെ പേരുകൾ. ഡോക്ടർ പറഞ്ഞു, താങ്കൾ ഉപയോഗിച്ചിരിക്കുന്ന ലഹരി വസ്തുക്കൾ ടിക്ക് ചെയ്യുക, എന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ 94% ശരികളും അതിനകത്ത് വന്നു. ഇതെല്ലാം പല സമയത്തായി ഉപയോഗിച്ചിട്ടുണ്ട്. 94ഓളം മയക്കുമരുന്ന് 100 എണ്ണത്തിൻ്റെ പേരുള്ള ഒരു പേപ്പറാണ്. അതിൽ ഉപയോഗിച്ച മയക്കുമരുന്ന് ടിക്ക് ചെയ്യാൻ പറഞ്ഞു. 94 എണ്ണം ടിക്ക് ചെയ്തു. ഇതെല്ലാം ഉപയോഗിച്ചതാണെന്ന് പറഞ്ഞു.
ഈ അവസ്ഥ ഇത്രയും അടിമയായിപ്പോയ, ശരീരം ക്ഷീണിച്ചു പോയ, സൗന്ദര്യം നഷ്ടപ്പെട്ട ഇവനെങ്ങനെ നല്ല ജീവിതം വന്നു? അതാണ് ചെളിയിൽ നിന്ന് രൂപപ്പെടുത്തുന്ന ദൈവകരമുണ്ട്. പ്രാർത്ഥനയിൽ ഏത് വക്കുകൂടിയതിനെയും ഏത് ചളുങ്ങിയതിനെയും ദൈവത്തിന് രൂപപ്പെടുത്താൻ പറ്റും. ഞാൻ പറയുന്നത് ആരോടോ അല്ല, നിങ്ങളോടാണ്, നിങ്ങളുടെ ഭവനത്തിലുള്ളവരോടാണ്, നിങ്ങളെന്ന പ്രിയപ്പെട്ടവരോടാണ്. നിങ്ങളുടെ വക്കുകൂടിയ പാത്രത്തിൻ്റെ ഭംഗി നഷ്ടപ്പെടുന്നത് വക്കുകൂടിയും ചളുങ്ങിയും പൊട്ടിപ്പോയിട്ടൊക്കെ ആണെങ്കിൽ, ജീവിതം പൊട്ടിപ്പോയതാണോ, ജീവിതം പൊളിഞ്ഞു പോയതാണോ, ജീവിതത്തിൻ്റെ വക്കുകൾ സൗന്ദര്യം നഷ്ടപ്പെട്ടോ, ദൈവം തൻ്റെ കൈകൾ കൊണ്ട്, ദൈവം ഒരു കുശവൻ. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ ദൈവത്തിനെക്കുറിച്ച് ഒരാൾ പറഞ്ഞത്, ഗോഡ് ഈസ് ആൻ ഇൻ്റലിജൻറ്റ് ആർക്കിടെക്റ്റ്, ഹീസ് ആൻ ഇൻ്റലിജൻറ്റ് ക്രിയേറ്റർ. അതാണ് ദൈവത്തെക്കുറിച്ച് പറയുന്നത്. സാധാരണ ക്രിയേറ്റർ അല്ല, സാധാരണ ഒരു എൻജിനീയർ അല്ല, ഇൻ്റലിജൻ്റ് ആണ്. ഏത് കുഴഞ്ഞതിൽ നിന്നും മനോഹരമുള്ളതിനെ കൊണ്ടുവരാൻ കഴിവുള്ള ഇൻ്റലിജൻ്റ് ആർക്കിടെക്റ്റ്. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ ജീവിതത്തെ കൊടുക്കുക, നിങ്ങളുടെ ജീവിതം മാറും. നിങ്ങളും ദൈവമാകുന്ന ആ കുശവൻ്റെ കരങ്ങളിൽ നിങ്ങളുടെ കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വല്ലായ്മകളും ദുഃഖങ്ങളും പരാജയങ്ങളും കൊടുക്കുക. ആ ചക്രത്തിന്മേൽ അത് കയറ്റിവെച്ച് ദൈവം തൻ്റെ കൈകൾ കൊണ്ട് നിങ്ങളുടെ ഭവനത്തെ, സ്വഭാവത്തെ, ജീവനെ, ജീവിതത്തെ രൂപപ്പെടുത്തുമെന്നാണ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. രൂപപ്പെടുത്തും. അടുത്ത വാക്ക് എന്താണെന്ന് നോക്കാം. പാത്രം ചിലപ്പോൾ ശരിയാകാതെ പോകും. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് എഴുതിയിരിക്കുകയാണ്, അപ്പോൾ അവൻ അതുകൊണ്ട് വീണ്ടും തനിക്കിഷ്ടമുള്ള രൂപത്തിൽ രൂപപ്പെടുത്തും. എഴുതിയിരിക്കുകയാണ്, ശരിയാകാതെ പോകുമ്പോൾ സാധാരണ മനുഷ്യൻ ചെയ്യും, അത് കറക്കി പറമ്പിലോട്ട് ഒറ്റ ഏറെറിയും. ഇത് ശരിയാവൂല എന്നും പറഞ്ഞ് ചിലപ്പോൾ രണ്ട് ചീത്ത വാക്കും പറഞ്ഞെന്നിരിക്കും. അപ്പോൾ ഈ ജെറമിയ കാണുവാണ്, ഈ കുശവനൊരു പ്രത്യേകതയുണ്ട്. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചങ്ങ് രൂപപ്പെടുത്തി വരുമ്പം വക്കുകൂടിപ്പോയി, ചളുങ്ങിപ്പോയി. അന്നേരെ അത് ചുരുട്ടി കുഴച്ചത് എറിഞ്ഞു കളയുകയല്ല, വീണ്ടും അതാ ദൈവം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ആ ശരിയാകാതെ പോയതിനെ കൈകളിലെടുത്ത് തനിക്കിഷ്ടമുള്ള രൂപത്തിൽ വീണ്ടും അതിനെ ഇങ്ങനെ കൊണ്ട് രൂപപ്പെടുത്തും, ഭംഗിയുള്ളതാക്കി മാറ്റും. നിങ്ങളുടെ ജീവിതവും ഇങ്ങനെ ചിലപ്പോൾ ശരിയാകാതെ പോയിട്ടുണ്ടാവും കേട്ടോ. നല്ല പ്രതീക്ഷയോടെ ആരംഭിച്ചു, പ്രാർത്ഥനയോടെ ആരംഭിച്ചു, എല്ലാം റെഡിയാണ്, പക്ഷെ ശരിയാകാതെ പോയി. ശരിയായില്ല, വക്ക് ഓടിപ്പോയി, സൗന്ദര്യം നഷ്ടപ്പെട്ടു പോയി, പൊട്ടിപ്പോയി. ദൈവം അതിനെ എടുത്ത് എറിയത്തില്ല. ദൈവം അതിനെ ഇത് കൊള്ളത്തില്ല, ഇത് ശരിയാകത്തില്ലെന്ന് പറഞ്ഞ് പറമ്പിലോട്ട് കളയല, അതിനെ വീണ്ടും എടുക്കും. അതാണ് ഇപ്പോൾ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. ദൈവം വീണ്ടും എടുത്തിരിക്കുക നിങ്ങളെ. നിങ്ങൾ പറയുന്നു പ്രാർത്ഥനയ്ക്ക് ഉത്തരവില്ല, പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യമില്ല, ഉപവാസം കൊണ്ട് കാര്യമില്ല. ഈ പറയുന്ന നിന്നെ ദൈവം വീണ്ടും കൈകളിലെടുക്കുക, രൂപപ്പെടുത്താൻ. നിൻ്റെ ജീവിതത്തെ ദൈവം രൂപപ്പെടുത്തുന്നു. വീണ്ടും കൈകളിലെടുത്തിട്ട് എന്ന് എഴുതിയിരിക്കുന്ന വാക്കുകൾക്ക് ഭയങ്കര അർത്ഥമുണ്ട്. തനിക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ മെനയും. എങ്ങനെയേലും എന്തേലും ഒരു പാത്രമാകട്ടെ, ആ ചെടിച്ചട്ടിയാണ് ചെടിച്ചട്ടി, ഇങ്ങനെ ഇതൊരു പാത്രം ഇരിക്കട്ടെ, എന്തേലുമല്ല, തനിക്കിഷ്ടമുള്ള രൂപത്തിലേ മെനയും. ദൈവത്തിന് നിങ്ങളെക്കൊരിഷ്ടമുണ്ട്. ആ ഇഷ്ടമുള്ള രൂപത്തിൽ മെനയുന്ന ദിവസങ്ങളായിരുന്നു 30 ദിവസങ്ങളും. ദൈവം തനിക്കിഷ്ടമുള്ള രൂപത്തിൽ നിങ്ങളുടെ കുടുംബത്തെ മെനഞ്ഞ് രൂപപ്പെടുത്തുകയാണ്, അനുഗ്രഹമുള്ള ഒരവസ്ഥയിൽ. എന്നിട്ട് ഈ പാത്രം എവിടെ എത്തുമെന്നറിയോ? ഇന്ന് മണ്ണിലും ചെളിയിലൊക്കെ കിടക്കുന്ന ഈ പാത്രം നാളെ കടകളിലെത്തും. നാളെ അത് നല്ല നല്ല ഷോപ്പുകളിലെത്തി നല്ല അലമാരിയിലൊക്കെ ഇരിക്കും. മണ്ണിൻ്റെ വിലയല്ല പാത്രത്തിന്, ഇന്നത്തെ വിലയല്ല നാളെ. ഇന്നതിനാകെ ഇത്രയ്ക്കിത്രേ വിലയുള്ളൂ, മുഴുവൻ ചെളിയാണ്. അതെല്ലാം രൂപപ്പെടുത്തി ഉണങ്ങി അതിനെ നല്ല കളറൊക്കെ ചെയ്ത് ഇതിനെ നല്ല അലുമാരിയിലും നല്ല ഷോപ്പിലൊക്കെ ഇത് വിലയിട്ട് വയ്ക്കും. മണ്ണിൻ്റെ വിലയല്ല അവിടെ ഇടുന്നത്. രൂപപ്പെട്ട ഇതിൻ്റെ സൗന്ദര്യം വർദ്ധിച്ച് ഇതിൻ്റെ രൂപമൊക്കെ വരുമ്പോൾ ഇതിന് വില കൂടുതലാണ്. പറയുന്ന വിലയ്ക്ക് ആളുകൾ മേടിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിനും ദൈവം ഇങ്ങനെ രൂപപ്പെടുത്തലുകൾ നൽകും. പൊട്ടിതാ, ചളുങ്ങിപ്പോയി, ശരിയാകാതെ പോയി എന്നും പറഞ്ഞ് അവിടെ മനസ്സ് മടുത്തു പോകാനല്ല, ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. ദൈവമാ രൂപപ്പെടുത്തുന്നത്. അതാണ് 5-ാമത്തെ വാക്യം. ഇത്രയും കണ്ടപ്പം ജെറമിയ കണ്ട കാര്യമാണ് 5-ാമത്തെ വാക്യം. അപ്പോൾ കർത്താവ് എന്നോട് അരുളി ചെയ്തു. ആരോടാ? എന്നോട്, ജെറമിയായോട് അരുളി ചെയ്തു. അത് ശ്രദ്ധിച്ചു വായിക്കാം. നിങ്ങളും ബൈബിളിൽ ഒന്ന് വായിച്ചത് 6-ാമത്തെ വാക്യം. ഇസ്രായേൽ ഭവനമേ, ഈ കുശവൻ ചെയ്യുന്നത് പോലെ എനിക്ക് നിങ്ങളോട് ചെയ്യരുതോ എന്ന് കർത്താവ് ചോദിക്കുന്നു. ഇതുപോലെ ഞാനും ചെയ്യൂന്ന്.
ജെറമിയായെ ദൈവം കാണിച്ചു കൊടുത്തത് മണ്ണിനകത്ത് കുഴച്ച് മറിച്ച് ഇളക്കി എല്ലാം കൂടെ രൂപപ്പെടുത്തി, അതിനെ രൂപപ്പെടുത്തി ചക്രത്തിന്മേൽ വച്ച് ഇങ്ങനെ രൂപപ്പെടുത്തി ഇങ്ങനെ പാത്രമായി വരുന്നു. അത് റെഡിയാകാറായപ്പോൾ ഉണ്ട് അതിൻ്റെ വക്ക് ചളുങ്ങിപ്പോകുന്നു. അപ്പോൾ കുഴച്ച് ഒറ്റ ഏറെറിഞ്ഞ് 4 ചീത്ത പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നില്ല. വീണ്ടും അതിനെ എടുത്ത് തനിക്കിഷ്ടമുള്ള രൂപത്തിൽ മെനയുന്നൊരു കുശവനെ അവിടെ കണ്ടപ്പം ജെറമിയായോട് ദൈവം പറയുവാണ്, ആ കുശവൻ പോലെയാണ് ഞാൻ നിൻ്റെ ജീവിതത്തെ അതുപോലെ രൂപപ്പെടുത്തുമെന്ന്. ആരാന്നറിയോ? ജെറമിയ ദൈവത്തിന് ഈ അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ആദ്യം ഞാൻ സംസാരിക്കാൻ പോലും പാടവമില്ലാത്ത ഒരുത്തനാണ് എന്ന് ദൈവസന്നിധിയിൽ പറഞ്ഞു. എൻ്റെ വാക്കുകൂടിയതും ഞാനൊന്നിനും കഴിവില്ല, ഞാൻ കേവലം ബാലനാണെന്നൊക്കെ പറഞ്ഞ് ജെറമിയായ്ക്ക് എത്ര അധ്യായമുണ്ട്? ജെറമിയ പ്രവാചകന് പുസ്തകത്തിന് ഏകദേശം 52 അധ്യായം എഴുതിയ ജെറമിയ ആദ്യം പറഞ്ഞത്, ഞാൻ കേവലം ബാലനാണ്, എനിക്ക് സംസാരപാഠവുമില്ല. അപ്പോൾ ദൈവം പറഞ്ഞു, ഈ ബാലനാണെന്നും പറയരുത്, വിക്കനാണ്, പറയാൻ കഴിവില്ല, എനിക്കൊന്നും കഴിവില്ല, ഞാൻ വക്ക് കൂടിയതാന്ന് പറഞ്ഞ് ജെറമിയായാണ് ഇത്രയും അധ്യായങ്ങൾ എഴുതിയത്, ഇത്രയും കഴിവുള്ളവനായി മാറിയത്. ആരാ രൂപപ്പെടുത്തിയത്? ദൈവം. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ രൂപപ്പെടുത്തും. ദൈവം നിങ്ങളുടെ കുടുംബങ്ങളെ രൂപപ്പെടുത്തും. ദൈവം നിങ്ങളുടെ ഭാവിയെ രൂപപ്പെടുത്തും. ദൈവം നിങ്ങളുടെ സ്വപ്നങ്ങളെ, നിയോഗങ്ങളെ രൂപപ്പെടുത്തും, ഭംഗിയുള്ളതായി മാറ്റും. എന്നിട്ട് എഴുതിയിരിക്കുന്ന അടുത്ത വാക്യം ഇങ്ങനെയാണ്. 6-ാമത്തെ വാക്യം ഒന്നും കൂടെ ഞാനത് വായിച്ചു പറയുകയാണ്. ഇസ്രായേൽ ഭവനമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യരുതോ എന്ന് കർത്താവ് ചോദിക്കുന്നു. ഇസ്രായേൽ ഭവനമേ, കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെയാണ് എൻ്റെ കയ്യിൽ നിങ്ങൾ. ആ വാക്കാണ് പ്രാധാന്യമുള്ള വാക്ക്. എന്താ പറഞ്ഞത്? കുശവൻ്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണ് പോലെയാണ് എൻ്റെ കയ്യിൽ നിങ്ങൾ. സത്യമാണ്. കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെയാണ് ഞാനും നിങ്ങൾ ഓരോരോ ദൈവത്തിൻ്റെ കയ്യിൽ. നമ്മളൊക്കെ ശരിയാകാതെ പോയി, വക്ക് കൂടിയിട്ടുണ്ട്, പ്രശ്നമുണ്ട്, ദൈവം തന്ന സൗന്ദര്യം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, പല കുഴപ്പങ്ങളും കുറവുകളും ബലഹീനതകളും പാപങ്ങളും വീഴ്ചകളും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ആയിരക്കണക്കിനുള്ള വക്ക് കൂടിയ ഒരു പാത്രമാണ് പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന ഒരുപക്ഷെ നിങ്ങളും. ഞാനും എല്ലാം തികഞ്ഞൊരു പാത്രമല്ല, വക്ക് കൂടിയ പാത്രമാണ്. ശരിയാകാതെ പോയിട്ടുണ്ട് പലതും, എല്ലാത്തിനും പല കാര്യങ്ങളിലും കുറവുകളും വീഴ്ചകളുമുണ്ട്. പക്ഷെ തകരുന്നില്ല, നിരാശപ്പെടുന്നില്ല. വീണ്ടും ദൈവമാകുന്ന കുശവൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ദൈവമേ, ഇതാണ് ഞാൻ, വക്ക് ശരിയായിട്ടില്ല, കോടിയിട്ടില്ല, പൊട്ടിപ്പൊളിഞ്ഞു പോയി. പക്ഷെ ദൈവം എന്ത് ചെയ്യും? അതിനെ വീണ്ടും, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വാക്ക്, ശരിയാകാതെ പോയുമ്പം തെറി പറഞ്ഞു അല്ലെങ്കിൽ മോശവാക്കുകൾ പറഞ്ഞു എന്നല്ല, വീണ്ടും അതിനെ സ്നേഹത്തോടെ കൈകളിലെടുക്കും. എവിടെയെങ്കിലും ശരിയാകാതെ പോയിട്ടുണ്ടോ? ദൈവത്തിൻ്റെ വാക്ക് കേൾക്ക്. ദൈവം 2 കൈ കൊണ്ടും നിങ്ങളുടെ ജീവിതത്തെ എടുത്ത് രൂപപ്പെടുത്തും, ഭംഗിയുള്ളതാക്കി മാറ്റും. നിരാശപ്പെടരുത്, ഒട്ടും നിരാശപ്പെടരുത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ നോക്കിയിട്ടാണ് ദൈവം പറയുന്നത്, അല്ലാതെ ഒരു പിക്ചറിനെ നോക്കിയിട്ട് പറഞ്ഞതല്ല. നിങ്ങളുടെ കുടുംബത്തെയും ജീവിതത്തെയും നോക്കിയിട്ടാണ് ദൈവം ഇത് പ്രസംഗിക്കുന്നത്. ഇത് മണ്ണിൻ്റെ കാര്യമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യമാണ്. ഒരു മണ്ണിൻ്റെ കാര്യവും പാത്രത്തിൻ്റെ കാര്യവും ചെടിച്ചട്ടി ഉണ്ടാക്കിയത് കല ഉണ്ടാക്കിയ കാര്യം പറയാനല്ല ഇത് പറഞ്ഞത്. ജീവിതമാകുന്ന പാത്രം ദൈവം എന്നാ ചെയ്യുന്നതെന്ന് പറയാനാണ്. സാവൂൾ എന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തിനെതിരെ ചിന്തിക്കുന്നവനായിരുന്നു, ഉപദ്രവിക്കുന്നവനായിരുന്നു. ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ഒരു കുതിരപ്പുറത്ത് താഴെ വീണ് കഴിഞ്ഞ് അനനിയാസിനോട് ദൈവം പറഞ്ഞു അവൻ്റെ തലയിൽ പോയി കൈവച്ച് പ്രാർത്ഥിക്കാൻ. അപ്പോൾ അനനിയാസ് പറഞ്ഞു, എൻ്റെ കൈ അവൻ വെട്ടിക്കളയും, അവൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ഉപദ്രവകാരിയാണ്, ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം പറയുന്നൊരു വാക്കുണ്ട്, അവൻ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് പാത്രമാണ് എന്ന് പറഞ്ഞ ഒരു പാത്രം എന്നാണ് വാക്ക് പറഞ്ഞിരിക്കുന്നത്. സാവൂൾ എങ്ങനെയാണ്? ദേഷ്യമുള്ള, വാളെടുത്ത് വെട്ടുന്ന, ഉപദ്രവിക്കുന്ന, പീഡിപ്പിക്കുന്ന സ്വഭാവമുള്ള, ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചു കൊണ്ടിരുന്ന വക്ക് കൂടിയ സാവൂൾ എന്ന പാത്രത്തെ ദൈവം സുവിശേഷകനാകുന്ന, അനുഗ്രഹമുള്ള, കൃപാവരങ്ങൾ കൊണ്ട് നിറഞ്ഞ ഭംഗിയുള്ളൊരു പാത്രമാക്കി ഈ പുസ്തകത്തിലുണ്ട്. ആരാ രൂപപ്പെടുത്തിയത്? കുതിരപ്പുറത്ത് അനനിയാസ് വരെ പറഞ്ഞു, ഞാൻ അവൻ്റെ തലയിൽ കൈവയ്ക്കുകയല്ല, ഞാൻ അവൻ്റെ അടുത്തേക്കൊന്നും പേടിച്ചിട്ട് പോവില്ല, അവനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അത് സാരമില്ല, പണ്ടവൻ അങ്ങനെ ആയിരിക്കാം, ഇപ്പോൾ അവൻ ദൈവം രൂപപ്പെടുത്തിയൊരു പാത്രമാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടൊരു സ്ത്രീയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. വക്ക് കൂടിയ പാത്രമല്ലേ, ചളുങ്ങിയ പാത്രമല്ലേ, നമ്മൾ പറയില്ലേ ഉപേക്ഷിക്കപ്പെട്ട ആർക്കും വേണ്ടാത്ത ജീവിതമല്ലേ. ദൈവം ആ വ്യക്തിയെ, സമറിയ എന്ന പട്ടണത്തെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ ദൈവം കണ്ട പാത്രമായിരുന്നു അവൾ.
അവളാണ് പോയി പറഞ്ഞത്, എനിക്കൊരാളെ അറിയാം. ആ പട്ടണത്തിലുള്ള ജനങ്ങളെ മുഴുവൻ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത് ഈ വ്യക്തിയാണ്. എങ്ങനെയാണ് ഈ വക്കുകൂടിയ പാത്രം ഇത്ര അനുഗ്രഹത്തിന് കാരണമായ പാത്രമായത്? ദൈവം അവളുടെ ജീവിതത്തെ രൂപപ്പെടുത്തി. എന്നെ നിങ്ങളെ രൂപപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ഗോഡ് ഈസ് ആൻ ഇൻ്റലിജൻറ്റ് ആർക്കിടെക്റ്റ്, ഈസ് ആൻ ഇൻ്റലിജൻറ്റ് ക്രിയേറ്റർ. ദൈവം ബുദ്ധിമാനായ കലാകാരനും സൃഷ്ടികർത്താവും എൻജിനീയറൊക്കെയാണ്. നിങ്ങളുടെ ജീവിതത്തെ ദൈവം രൂപപ്പെടുത്തും. അതിനായി പ്രാർത്ഥിച്ച് ഒരുങ്ങി ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങളുടെ കുടുംബത്തെ, വ്യക്തി ജീവിതങ്ങളെ എല്ലാം ചളങ്ങിയ പാത്രം പോലെ അല്ലെങ്കിൽ കുഴഞ്ഞ ചെളി പോലെ